It is mainly used to differentiate between the Streptococcus agalacea from other species of beta hemolytic streptococci, and this Strep agalacea can able to cause mastitis in cows, and it is a member of it belongs to the Lanfield group B streptococci. And this CAM test is introduced in 1944. It was first introduced by a group of scientists, that is Christie, Atkinson, Much and Peterson. ഈ നാല് സയന്റിസ്റ്റുകളാണ് ഇത് ഇൻ 1944 ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ 4 പേരുടെ നെയിംസിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു ടെസ്റ്റിന് അവർ പേര് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് CAM ടെസ്റ്റ് എന്നുള്ള പേര് കൊടുത്തത്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് CAM ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതായത് certain organism having ability to produce a diffusible extracellular hemolytic heat stable protein, it is known as CAM factor, and this CAM factor synergistically act with the beta lysine of Staph aureus and able to cause the enhanced lysis of red cells. അതായത് ഒന്നുമില്ല, ഈ ചില ഓർഗാനിസത്തിന് CAM ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ CAM ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് എ ഡിഫ്യൂസിബിൾ എക്സ്ട്രാ സെല്ലുലാർ ഹീമോലൈറ്റിക് ഹീറ്റ് സ്റ്റേബിൾ പ്രോട്ടീൻ ആയിരിക്കും. ഓക്കെ, ഈ CAM ഫാക്ടറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാഫ് ഓറിയസിന്റെ അകത്ത് വരുന്ന ബീറ്റ ലൈസിനും രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് തരും, ഒരു ബ്ലഡ് അഗാറിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് എൻഹാൻസ്ഡ് ലൈസിസ് ഓഫ് റെഡ് സെൽസ് കാണിക്കും. അതാണ് ഇതിനെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെ നമ്മൾ സ്ട്രീക്ക് ചെയ്യും. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്തിനെ സ്ട്രീക്ക് ചെയ്യൂ, നമ്മുടെ സ്റ്റാഫ് ഓറിയസിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്യും, ബ്ലഡ് അഗാറിന്റെ അകത്ത് സ്ട്രീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരോ ഹെഡ് ലൈക്ക് സോൺ ഓഫ് ഹീമോലൈസിസ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ എവിടെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ സ്ട്രെപ് അഗാലേഷ്യ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കയുടെ എവിടെയാണോ എവിടെയാണോ രണ്ടും അടുത്ത് വരുന്നത്, പ്രോക്സിമിറ്റീവ് ആയിട്ട് വരുന്നത്, ആ ഒരു ഏരിയയിൽ എന്തായിരിക്കും ഒരു ആരോ ഹെഡ് ഷേപ്പ് പ്രിസിപ്പിറ്റേഷൻ ലൈൻസ് ഫോർമേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഹീമോലൈറ്റിക് ബീറ്റ നമ്മുടെ സ്റ്റാഫിന്റെ ഹീമോലൈറ്റിക് ആക്ടിവിറ്റിക്ക് കാരണമായിട്ടുള്ള ബീറ്റ ഹീമോലൈസിൻസ് എന്ന് നമ്മുടെ ഈ ഒരു CAM ഫാക്ടറായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ലൈസിസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, രണ്ടും കൂടി ജോയിൻ ചെയ്ത് സിനർജിസ്റ്റിക് ഹീമോലൈറ്റിക് എന്നുള്ള രീതിയിലാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നത്. The main uses എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 2 യൂസസ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ദ സ്പീഷീസ് ഓഫ് Strep agalacea from other species of group B, species of beta hemolytic streptococci, and also it is also used as an identification of Listeria monocytogenes. This Listeria monocytogenes also produce CAM positive reaction. The next one is the procedure. Procedure എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ഒരു സ്ട്രീക്ക് ഓഫ് ബീറ്റ ലൈസിൻ പ്രൊഡ്യൂസിംഗ് സ്ട്രെയിൻ ഓഫ് സ്റ്റാഫ് ഓറിയസ് എടുക്കുന്നു. അതായത് ബീറ്റ ലൈസിൻ പ്രൊഡക്ഷൻ ഉള്ള സ്റ്റാഫ് ഓറിയസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലഡ് അഗാറിന്റെ ഡൗൺ സെൻട്രലായിട്ട് നമ്മൾ പ്ലേറ്റ് ഇനോക്കുലേഷൻ ചെയ്യുന്നു. ശ്രദ്ധിക്കണം, എന്താണ് ജസ്റ്റ് ഇനോക്കുലേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, ആ സ്ട്രീക്കിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബൌട്ട് 3 to 4 സെന്റിമീറ്റർ ലോങ്സ് ആയിരിക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ഓർഗാനിസം ആയിട്ടുള്ള നമ്മൾ എന്തെടുക്കുന്നു, നമ്മുടെ ഏത് ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ആ ടെസ്റ്റ് ഓർഗാനിസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആദ്യം വരച്ച സ്റ്റാഫിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രീക്ക് ലൈൻസ് വരയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് വരച്ച സ്റ്റാഫിന്റെ കോളിനായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. ഒരു 2 മില്ലിമീറ്ററിന്റെ ഡിഫറൻസസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അത് കൂടാണ്ട് ഒരു പ്ലേറ്റിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഓർഗാനിസത്തിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ പ്ലേറ്റിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓർഗാനിസത്തിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്ലേറ്റിനെ നമ്മൾ നേരെ 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് 18 to 24 hours ഇൻക്യുബേഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ കാണാൻ പറ്റും, ഇപ്പം പോസിറ്റീവ് ആണെങ്കിൽ, അതായത് സ്ട്രെപ് അഗാലേഷ്യ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്ട്രെപ് അഗാലേഷ്യ അല്ലെങ്കിൽ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ആരോ ഹെഡ് ലൈക്ക് പ്രിസിപ്പിറ്റേഷൻ ലൈൻസിന്റെ ഫോർമേഷൻ കാണാൻ പറ്റും ഈ സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ ഈ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഓർഗാനിസത്തിന്റെ നടുക്കായിട്ട്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റാഫിന് ഇനോക്കുലേഷൻ ചെയ്യുന്നു. ദെൻ സ്റ്റാഫിന് ഇനോക്കുലേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 ഏരിയയിലും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗാനിസം ഇനോക്കുലേഷൻ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്തായിരിക്കണം, ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. ഒരു 2 മില്ലിമീറ്ററിന്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ആഫ്റ്റർ 24 hour ഇൻക്യുബേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയും സ്ട്രെപ് അഗാലേഷ്യ ആണെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു ആരോ ഹെഡ് ലൈക്ക് പ്രിസിപ്പിറ്റേഷൻ ലൈൻസ് ഫോർമേഷൻ ചെയ്യും. നമ്മുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എവിടെയാണോ സ്റ്റാഫ് ഓറിയസിന്റെയും അതുപോലെ തന്നെ സ്ട്രെപ് അഗാലേഷ്യന്റെ കോളനിയുടെ
അഡ്ജസ്റ്റന്റ് പ്രോക്സിമിറ്റി എവിടെയാണുള്ളത് ആ ഒരു ഏരിയയിലായിരിക്കും വരിക. നെഗറ്റീവ് റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? നോ ആരോ ഹെഡ് ലൈക്ക് ഹീമോളൈസിസ് ആയിരിക്കും കാണാം. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ഇതെന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമുക്ക് കുറേ ഓർഗാനിസം ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇവിടെ നമ്മൾ 4 ഓർഗാനിസത്താണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തേർഡ് വൺ മാത്രമേ ഉള്ളൂ ക്യാരക്ടറിസ്റ്റിക് പോസിറ്റീവ് റിയാക്ഷൻ തരുന്നുള്ളൂ. ഇതിന്റെ പോസിറ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is an enhanced hemolysis indicated by an arrowhead shaped zone of beta hemolysis at the junction of two organisms. നെഗറ്റീവ് ആണെന്നായിരിക്കും നോ എൻഹാൻസ്മെന്റ് ഓഫ് ഹീമോളൈസിസ് ആയിരിക്കും. QC പറയുന്ന സമയത്ത് പോസിറ്റീവ് കൺട്രോൾ ആയിട്ട് നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് അഗാലേഷ്യ ATCC സ്ട്രെയിൻസ് 13813 ആണ്. Then enhanced they are able to show enhanced arrowhead hemolysis കാണും. The negative control ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് strep pyogenes ATCC സ്ട്രെയിൻസ് 196 150 ആയിരിക്കും, 15 ആയിരിക്കും. ഇവിടെ എന്തുണ്ടാവില്ല, ഒരു വിത്തൗട്ട് എറോഹെഡ് ഫോർമേഷൻ ആയിരിക്കും. ദെൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കയും എന്ത് തരുന്നുണ്ട്? ക്യാരക്ടറിസ്റ്റിക് പോസിറ്റീവ് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കേനെ നമ്മൾ അനറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യലാണ്. അല്ലാതെ നമ്മൾ ക്യാൻഡിൽ ജാറിലൊക്കെ ഇൻക്യുബേഷൻ ചെയ്യുന്നെങ്കിൽ അതും ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് തരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻക്യുബേഷൻ ടൈമിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആംബിയന്റ് എയർ പ്രൊവൈഡ് ചെയ്യണം ഇൻക്യുബേഷൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഗ്രൂപ്പ് ബി പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസിൽ മാത്രം ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 ഓർഗാനിസത്തിന്റെ മാത്രം നമ്മൾ മെയിൻ ആയിട്ട് ഇത് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻക്യുബേഷൻ ടൈം കൂടിയിട്ടുണ്ടെങ്കിൽ ഇനി എക്സ്റ്റെൻഡഡ് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ഇൻക്യുബേഷന്റെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് അഗാർ ഷീപ്പ് ബ്ലഡ് അഗാർ പ്ലേറ്റ് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഹ്യൂമൻ അല്ലെങ്കിൽ ഹോഴ്സ് റാബിറ്റ് ഗിനി പിഗ് ഇതിന്റെ ഒന്നും ബ്ലഡ് വെച്ചിട്ട് നമ്മൾ ബ്ലഡ് അഗാർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിയാക്ഷൻ തരണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസും എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് പോസിറ്റീവ് ആയിരിക്കും. ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ഇപ്പം നമ്മളിപ്പം ഒരു കാറ്റലിസ്റ്റ് ടെസ്റ്റോ ഗ്രാം സ്റ്റെയിൻ ഒന്നും ചെയ്യാണ്ട് നേരിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ചെയ്യലാണെങ്കിൽ നമുക്കൊരു ഇത് സ്ട്രെപ്പ് അഗാലാഷ്യ ആണ് അല്ലെങ്കിൽ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് ആണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിൻ്റെ അകത്ത് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.